ഇന്നുണ്ടല്ലോ വൈകുന്നേരം കുറച്ച് പൂള, നമ്മൾ മലപ്പുറത്ത് പൂള എന്നാ പറയുക, പൂള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാലോ വിചാരിച്ചു. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇപ്പം ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. വൈകുന്നേരം വേവിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെ അല്ലെങ്കിൽ പാൽച്ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. നല്ല മണ്ണുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് എൻ്റെ വീഡിയോനെ കുറിച്ച്, അതായത് പഴയ പോലെ വീഡിയോ ചെയ്യണില്ലല്ലോ, അതുപോലെ പഴയ എനർജി ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്നേഹത്തോടുള്ള കമൻറ്റാണ്, അല്ലാതെ എന്നെ ഇതാക്കിയിട്ടൊന്നുള്ളതല്ല. എന്താണ് പഴയ ഒരു രീതിയിൽ വ്ളോഗ്സ് ചെയ്യാത്തത്, പതിയെ പതിയെ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാമെന്ന്. ഞാൻ കമൻറ്റിൽ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറയാമെന്നുള്ളത്. പറയാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്. ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7 years ആയി, പിന്നെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അന്നത്തെ സമയത്ത് എന്ന് പറയുന്നത് മലയാളത്തിലധികം ആരും ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഒന്നും ചെയ്യണില്ല. കുക്കിംഗ് ഒക്കെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ വ്ളോഗ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്യണമൊന്നുമില്ലേ. അന്നൊക്കെ ആരും അങ്ങനെ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കാണാൻ ഭയങ്കര കൗതുകമായിരുന്നു. അതുപോലെ തന്നെ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയൂല. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ഫസ്റ്റ് ടൈം ആയിട്ട് കാണുമ്പം അത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു സംഭവം ഒരു രസം തോന്നിയിട്ട് അങ്ങനെ കാണലും, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ. നമ്മൾ ആദ്യമായിട്ട് എന്താ പറയുക, ഇങ്ങനൊരു പിന്നെ തുടക്കത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നമ്മൾ ആരായാലും ഇങ്ങനെ കുറച്ച് കണ്ടുപോകും. പിന്നെ അന്നത്തെ സമയത്ത് ഇങ്ങനെ അധികം പേര് ചെയ്യാത്തതുകൊണ്ട് ആർക്കും പരിചയമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ കണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് ഉപകാരപ്പെട്ടു. അതായത് വീഡിയോസിലൊക്കെ ഓരോ ക്ലീനിങ്ങിൻ്റെയും അതുപോലെ ഓരോ കാര്യങ്ങൾ കുക്കിംഗ് ആയിട്ടും ഒക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻസും ഒക്കെ കിട്ടലുണ്ടായിരുന്നു. നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയോ അത് സ്റ്റക്കായി. പിന്നെ അതിന് ശേഷം ഒരു 3 lakh ആയതിനു ശേഷം പിന്നെ സബ്സ്ക്രൈബേഴ്സ് അധികം കൂടണമെന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് എവിടെയോ സ്റ്റക്കായി പോയി അങ്ങനെ. പക്ഷെ എന്നാലും അന്നൊക്കെ നല്ലോണം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കും തന്നെ ഒരു 7 വർഷത്തോളം സെയിം ഒരു കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഒരു വ്യത്യാസം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീടെടുത്തു. ആ ഒരു സമയത്ത് വീട് പണി നടക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു. അതൊക്കെ എനിക്ക് പറയാം, വീഡിയോ എടുക്കാൻ കഴിയണമില്ല. എല്ലാം കൂടെ ആയിട്ട് ഫുൾ ടയേർഡ് ആവലും. അതായത് നമ്മളൊരു പിന്നെ അടുത്താണെന്നുണ്ടെങ്കിൽ വീട് പണിയൊക്കെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പോയി നോക്കാനോ ഇനിയിപ്പോൾ ഒന്ന് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ സുഖമാണ്. ഇത് ഇവിടെ കോഴിക്കോട് വരണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടയർഡ്നെസ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ റെഡിയാക്കിയിട്ട് അവിടെയും വീട് നോക്കണമല്ലോ. അതൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് വരണം. നമ്മളുടെ കോഴിക്കോടിനോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ നമുക്കൊരു വീട് വെക്കാനുള്ളൊരു പൂതി കൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ ഒരു അസറ്റും ആയല്ലോ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോക്കനട്ട് സ്ക്രേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.
ഇതാണ് കേട്ടോ നമ്മൾ മുന്നേ നമ്മളുടെ കൂട്ടിലങ്ങാടി വീട്ടിലുണ്ടായിരുന്ന കോക്കനട്ട് സ്ക്രീപ്പർ. ഇപ്പോൾ ഇത് നമ്മളുടെ പുതിയ വീട്ടിലേക്ക് തന്നതാണ്. അപ്പോൾ അവർ മുന്നേ ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഷോപ്പായിട്ട് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ സെയിലൊക്കെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സും ഒക്കെ എല്ലാവരും ഇവരുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നും കൂടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ കൂട്ടിലങ്ങാടി വീട്ടിലും മുണ്ടോറമ്പ് വീട്ടിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ തേടി പിടിച്ചിട്ട് പോണത്. നമ്മളുടെ കോഴിക്കോട് വീട്ടിലേക്ക് വീണ്ടും ഞാനിത് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കൊണ്ടു തന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ പ്രൈസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒരു വ്യത്യാസമായിട്ട് കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഗ്ലൗസ് ഒന്നും ഇടാതെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഗ്ലൗ ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെയുള്ള യൂസർ മാനുവലാണ്. എൻഗേജ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. ആദ്യം ഇത് ഈ ഒരു മെറൂൺ കളറിൽ മാത്രമുള്ളായിരുന്നു കേട്ടോ. ഇപ്പം വേറെയും കളേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂ, നേവി ബ്ലൂ കളറില്ലേ, ആ ഒരു കളറിലും ഒക്കെ വരുന്നുണ്ട്. നമ്മളുടെ അടുത്തുള്ള കളർ എന്ന് പറയുന്നത് ചെറിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇതുപോലെ 2 ബ്ലേഡ് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം സിംഗിൾ ബ്ലേഡ് ഉള്ളായിരുന്നു. സിംഗിൾ ബ്ലേഡും ഈ ഒരു ജ്യൂസറിൻ്റെതും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ ചെറുതും വലുതുമായിട്ട് അങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് ആദ്യത്തേത് 6 ലെയർ ആയിരുന്നു. ഇപ്പോഴത്തത് 8 ലെയർ ബ്ലേഡും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ 2 ഗ്ലൗവും വരുന്നുണ്ട്. ഇത് നമ്മളെ കയ്യിൽ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അറിയാതെ തട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്ത് പരിചയമായി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു ഗ്ലൗ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ഞങ്ങളൊന്നും ഗ്ലൗ ഇടാതെ തന്നെയാണ് ഇതിൽ തേങ്ങ ചിരകിയെടുക്കുന്നത്. പിന്നെ ഇതിന് 4800 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് കേട്ടിട്ട് ഒരുമിച്ച് കൊടുത്തിട്ട് വാങ്ങിക്കാൻ വയ്യല്ലോ എന്ന് വിചാരിക്കേണ്ട. EMI ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയുള്ള ആളുകൾക്കും അവർ ഡെലിവറിയും അതുപോലെ തന്നെ EMI ഫെസിലിറ്റി, നിങ്ങൾ അവരെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ സിമ്പിൾ പ്രോസസ്സിൽ EMI ഫെസിലിറ്റി ഒക്കെ റെഡിയാക്കി തരും. പിന്നെ ഇവർ 5 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ പഴയ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഈ ഒരു കോക്കനട്ട് സ്ക്രൈപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 6 ലെയർ ബ്ലേഡ് മാത്രമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ അന്ന് വാങ്ങിച്ചിട്ടുള്ള, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് നിങ്ങളൊരു കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 ലെയർ ബ്ലേഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ എന്തായാലും വാങ്ങി വെക്കുക. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും തന്നെ അവിടെ മസ്കൽഖാൻ്റെ 2 ബ്രദേഴ്സ് ആയാലും ഒക്കെ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും പുതിയ വീടിനൊക്കെ ഒരു പൂതിയും. അപ്പോൾ പിന്നെ അവരൊക്കെ കുറച്ചും കൂടെ വലുതാവണേൻ്റെ മുന്നേ ഉണ്ടാക്കിയാലല്ലേ അവർക്ക് കുറച്ചൊക്കെ ഒന്ന് അവിടെ സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ പ്രൈമറി ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത്. പിന്നെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടമാണ് ഇവിടെ നിൽക്കാനും ഇതിനൊക്കെ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് ഉണ്ടാക്കിയത്. അപ്പം എല്ലാം കൂടെ ഒരു തിരക്കും. പിന്നെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കാണിച്ചു തരാനൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് മുന്നൊക്കെ ആയിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെയുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഓരോരുത്തർ കമൻറ്റ്സ് വരാൻ തുടങ്ങി, ഇതെന്താ എപ്പോഴും ഒരേപോലെ തന്നെയല്ലോ, ഒരു വ്യത്യാസം ഇല്ലല്ലോ എന്നൊക്കെ. അപ്പം എനിക്കും തോന്നി ശരിയാണ്, നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനും കാണിച്ചു തരാനും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ പതിയെ വീഡിയോസൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു. പിന്നെ അതുമല്ല, പിന്നെ കുറച്ചായിട്ട് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് വീഡിയോസ് ഉണ്ട്. അതൊന്നാമത് 1.5 മിനിറ്റ് റീലാണ്, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഒക്കെ ഉള്ള റീലൊക്കെയാണ് ഇടുക.
അപ്പം അതിന് ഇത്രത്തോളം എന്തായാലും എഫേർട്ട് ഇല്ല. അപ്പം ഇവിടെ ആക്റ്റീവ് ആവാതെ നിൽക്കുമ്പോൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പൂളയിലേക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുളകൊക്കെ ഇട്ടിട്ടെ. അപ്പം അങ്ങനെയാണ് ഇപ്പം നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് ആവാതെക്കാനുള്ള കാരണം മെയിനായിട്ട് അതാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണിച്ചു തരാനില്ല. ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, അതും കപ്പിൾ വ്ളോഗേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം എനിക്ക് എന്നെ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ മാത്രം തന്നെ ഉള്ളൂ. ഇനി വല്ലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഷെയർ വീഡിയോസ് എടുത്തരുന്നൊക്കെ അല്ലാതെ എൻ്റെ വീട്ടിലത്തെ പണികളായാലും വീഡിയോ എടുക്കുന്നതായാലും എഡിറ്റ് ചെയ്യുന്നതായാലും ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പം ഇപ്പം കുറേ വ്ളോഗേഴ്സ് ഒക്കെ ഉള്ളത് ഇങ്ങനെ കപ്പിൾ വ്ളോഗേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരാൾ എടുത്തിട്ടില്ലെങ്കിൽ മറ്റാൾക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓരോ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു വൺ മാൻ ഷോ ആയതുകൊണ്ടും വേഗത്തിൽ മടുപ്പ് വരുമല്ലോ. വേഗത്തിൽ നിലക്കൊരു 6-7 വർഷമായിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നതൊക്കെ കുറഞ്ഞത്. അപ്പം അതൊക്കെയാണ് കാരണം. അല്ലാതെ നമ്മൾ ഡെയിലി ഇപ്പോൾ അന്ന് കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴും വീട്ടിൽ ചെയ്യുന്നുണ്ട്. കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും അതുപോലെ യാത്രകളായാലും ഒക്കെ പോകുന്നുണ്ട്. പല യാത്രകളും വീഡിയോസ് ഇടൂല, ചിലതൊക്കെ ഇടും. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ അങ്ങനെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ഉള്ളി വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. കുറച്ച് അയില മുളകിട്ടതുണ്ട്, കുറച്ച് തന്നെ ഉള്ളൂ. ബാക്കി ചമ്മന്തി ഉണ്ടാക്കട്ടെ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് പ്രൊമോഷൻ ഇടുമ്പോൾ മാത്രമാണല്ലോ, ഇപ്പോൾ ഫുൾ പ്രൊമോഷൻ ആവിടോ എന്നുള്ളതാണ്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രൊമോഷനൊന്നും ഞാൻ ചെയ്യണമില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഓക്കെ ആണ്, അതായത് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്താൻ പറ്റുന്നതാണെന്നുള്ള തോന്നണ മാത്രം പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ ചെയ്യല്. അപ്പം അത് ചെയ്യുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഇടുന്നത്. അപ്പം ഞാൻ വിചാരിക്കും പ്രൊമോഷൻ എടുത്താൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചാനലിൽ വന്നോളൂല്ലോ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കല് കേട്ടോ. നമുക്ക് പേയ്മെന്റും കിട്ടും, അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഇന്നും ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര്, ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചൊരു പ്രൊഡക്റ്റാണ് കോക്കനട്ട് സ്ക്രൈപ്പർ. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത സമയത്ത് നമ്മൾ ഈ വീട്ടിലേക്ക് ആ ഒരു സ്ക്രൈപ്പർ വാങ്ങിച്ചിട്ടില്ലായിരുന്നു മീൻസ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോയിൽ. നമ്മളെ കൂട്ടിലങ്ങാടി മലപ്പുറത്തുള്ള വീട്ടിൽ ആ ഒരു സ്ക്രൈപ്പർ ഉണ്ട്. അപ്പോൾ അത് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ ഒരുപാട് പേർക്ക് ആവശ്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ടായിരുന്നു. പക്ഷെ അവര് ആ ഒരു സമയത്ത് പ്രൊഡക്ഷൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊരു ഷോപ്പായിട്ടും അതുപോലെ തന്നെ ഒരു ഓൺലൈനായിട്ടും ഒക്കെ ഇപ്പോഴും സെയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊന്ന് കാണും കേട്ടോ. അപ്പൊ ഞാൻ എന്താ പറയാ, ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ കുത്തി കയറ്റി എന്ന് വിചാരിക്കണ്ട. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഒരു കോക്കനട്ട് സ്ക്രൈപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാന്നുള്ളത്. അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്ത സമയത്ത് കുറെ ദിവസമായിട്ട് 1 മാസത്തോളമായി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ട്. അപ്പം ഓരോ വീഡിയോയിലും പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും
നമ്മൾ ഈ വീട്ടിലേക്കും ആ ഒരു പ്രൊഡക്റ്റ് തന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ വീഡിയോ നിങ്ങൾ കാണും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഫുള്ളായിട്ട് ഇതിനെ കുറിച്ചുള്ള റിപ്ലൈ തരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ബോർ അടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. കോഴിക്കോട് നമ്മൾ വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇവിടുത്തെ നമുക്ക് ഇവിടെ വരുമ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര പൂതിയായിരിക്കുമല്ലോ. പക്ഷെ നിങ്ങളിൽ പലർക്കും കൂട്ടിലങ്ങാടി വീട്ടിലാണ് ഇഷ്ടം എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്ടിൽ വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ വിചാരിച്ച ആ ഒരു ഇൻട്രസ്റ്റ് പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയണില്ല. എന്തെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പല പല തിരക്കുകളായിരിക്കും, പല കാര്യങ്ങൾ ശരിയാക്കാനും പല കാര്യങ്ങൾ ആളുകൾ വരാനും കാണാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടുന്ന് വീഡിയോസ് എടുക്കണത് നടക്കണില്ല. അവിടെ കൂട്ടിലങ്ങാണ്ടി പോയാലും ഒന്നാമത് ഈ ഒരു എന്താ പറയാ ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരിക, ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകുക, അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. വൃത്തിയാക്കലും മാത്രമാണ് ഇപ്പൊ അധികം നടക്കുന്നത്. പിന്നെ നമ്മൾക്ക് എന്താ പറയാ പഴയ പോലെ ഒരു ഇൻട്രസ്റ്റ് വരുന്നുമില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു സമയം നമ്മൾ കണ്ടെത്തും. അതെനിക്ക് ഞാൻ ഫസ്റ്റില് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മനസ്സിലായതാണ്. നമുക്ക് എത്ര തിരക്കാണെങ്കിലും അന്ന് ഉറക്കല്ലാതെ എഡിറ്റ് ചെയ്തൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്യണില്ല. വീഡിയോസ് ചെയ്യാണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യലുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്യലുണ്ട്. പക്ഷെ എന്നാലും യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യലില്ല സത്യം പറയുകയാണെങ്കിൽ. ഒന്നാമത് ഇതുകൊണ്ട് തന്നെ കണ്ടന്റ് എന്തിടും, അതായത് നിങ്ങൾക്കും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഒരാളെ കുറിച്ചല്ല ഞാൻ പറയണത്, ഇത് കണ്ട തന്നെയാണല്ലോ, ഇത് തന്നെയാണല്ലോ ഡെയിലി ചെയ്യണത്, ഇതൊക്കെ എന്തിനാ കാണിക്കണം, അങ്ങനത്തെ രീതിയിൽ ഇട്ടിട്ടില്ലെങ്കിൽ പറയും നിങ്ങൾ എന്താ വീഡിയോ ഇടാത്ത, നിങ്ങൾ നിർത്തി പോവാണോ എന്നുള്ള അങ്ങനെയും പറയും. എന്തായാലും ഇതൊരു ഫ്ലോയിൽ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കിട്ടുമ്പോ അങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനും തോന്നൂല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ. എന്തായാലും ഞാൻ പറ്റണ പോലെയൊക്കെ ഇടാൻ വേണ്ടിട്ട് ശ്രമിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കും ഓരോ വീഡിയോ ഇടുമ്പോൾ ഇനി ഇത്ര ലേറ്റ് ആക്കൂല, നെക്സ്റ്റ് ഒരു 4 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അടുത്ത വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വിചാരിച്ച പോലെയൊന്നും നടക്കണില്ല, അതാണ്. അടിപൊളി. ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടാട്ടോ, ഉണക്കമുളകും പുളിയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇത് ചോറിലേക്ക് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ചെയ്യുന്നത് എന്താ നമ്മളിവിടെ കോഴിക്കോട് വന്നിട്ട് വീടെടുത്തുകയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പം പിന്നെ നമ്മളിതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്കായാലും യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നല്ല ഏർണിങ്സും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ യാത്ര ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന ആൾക്കാരാണ്, യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് അങ്ങനെ പിന്നെ ഒന്നും അല്ലാത്ത രീതിയിലായി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അസ്കർക്കും കൂടെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീട് എടുത്താണ്. എൻ്റെ യൂട്യൂബ് ഏർണിങ്സും അസ്കർക്കും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു വീട് ഉണ്ടാക്കിയത്. അപ്പം പിന്നെ നമ്മൾ നിർബന്ധവശാൽ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധവശാൽ നമ്മൾ യാത്രകളൊക്കെ കുറച്ച് കുറക്കുമല്ലോ. അപ്പം ഈ ഒരു പിന്നെ ഈ 1-2 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ യാത്രകളൊക്കെ കുറച്ച് കുറവാണ്. അടുത്തൊക്കെ എവിടെയെങ്കിലും പോകുന്നല്ലാതെ ഇന്റർനാഷണൽ ട്രിപ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്റെ ഇത്രയും ഏർണിങ്സ് ഉണ്ടായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് പിന്നീട് വരണ്ട വിചാരിച്ചിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാനുണ്ടല്ലോ. നമ്മളൊരു വീടുണ്ടാക്കി എന്നുള്ള അറ്റ്ലീസ്റ്റ് ആൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് തന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ. ഒരുപാട് പേര് ഈ ഒരു വീടിന്റെ ഹോം ടൂർ അന്ന് ചെയ്തത് ശരിയായില്ല, ഒന്ന് വൃത്തിയായിട്ട് മനസ്സിലായില്ല, കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതും കമന്റിൽ അന്ന് ഇഷ്ടം പോലെ പേര് ഞാൻ അന്ന് ഹോം ടൂർ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വിചാരിച്ച അന്ന്
അന്നത്തിനാളും കുറച്ചും കൂടെ ഒക്കെ സാധനങ്ങളൊക്കെ ഇന്റീരിയറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കുറച്ചും കൂടെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം എന്നാണോ ഞാൻ റെഡി ആവണമെന്ന് എനിക്കറിയില്ല, ഫ്രീ ആയിട്ടൊന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഹോം ടൂർ, കിച്ചൺ ടൂർ ആയാലും ഹോം ടൂർ ആയാലും ഒന്ന് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. എത്രത്തോളം സക്സസ് ആവും, എത്രത്തോളം ചെയ്യാൻ പറ്റുന്നൊന്നും അറിയൂല. എന്തായാലും ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വിചാരിക്കും ഇന്ന് ഈ വീഡിയോ എടുക്കണം, ഇന്ന് ആ വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷെ വിചാരം മാത്രമേ ഉണ്ടാവലുള്ളൂ. പെട്ടെന്ന് നമ്മളിങ്ങനെ 1-2 ദിവസത്തിനൊക്കെ വരുന്ന പോകുമ്പോഴും ഒന്നും വിചാരിച്ച പോലെ പ്ലാൻ ചെയ്യാനും പ്ലാൻ ചെയ്തിട്ട് നടത്താനൊന്നും പറ്റുന്നില്ല. കൊറേ തിരിക്കണം.